ഇതാണ് ബെസ്റ്റ് ഫോൺ അണ്ടർ 30K അല്ലെങ്കിൽ 30K റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഫോൺ എന്ന രീതിയിൽ വന്നിരിക്കുന്ന ഒരു ഫോൺ. മോട്ടോറോളയുടെ എഡ്ജ് 70 ഫ്യൂഷൻ എന്ന ഫോണാണ്. ഇനി ഇതിന്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ ആണ്. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയാം, അതിനുശേഷം നിങ്ങൾ പറയാം ഈ ഒരു ഫോൺ എങ്ങനെയാണെന്നുള്ള കാര്യം. സോ അപ്പോൾ ആദ്യം ഒരു ക്വിക്ക് അൺബോക്സിംഗ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി കാണിക്കുകയാണ്, കാരണം ഇത് ഓൾറെഡി എൻ്റെ കയ്യിലിരിക്കുകയാണ്. സോ ഒന്ന് കാണാം. സോ അപ്പോൾ ഈ കാണുന്നതാണ് എഡ്ജ് 70 ഫ്യൂഷൻ എന്ന ഫോണിന്റെ ബോക്സ്. അപ്പോൾ ഞാൻ മുകളിൽ തന്നെ ഫോണാണ് ഇരിക്കുന്നത്. ഈ കാണുന്നതാണ് ഫോൺ. നമുക്ക് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ഈ കാണുന്ന ഒരു ഫാബ്രിക് ലൈക്ക് ഫിനിഷാണ് ഇതിൻ്റെ പുറകിൽ വരുന്നത് കേട്ടോ. സോ അതൊരു വ്യത്യസ്തമായ ഒരു ഫിനിഷ് ആയിട്ടുണ്ട്. കൂടുതലായിട്ട് വരാം. അതിനു മുമ്പ് ബോക്സിൽ ചാർജർ 68 വാട്ടിൻ്റെ ചാർജറുണ്ട്. ടൈപ്പ് C to C കേബിളും വരുന്നുണ്ട്. പിന്നെ ഈ ബോക്സിൻ്റെ മുകളിലത്തെ പാർട്ടിൽ മറ്റൊരു ബോക്സിലായിട്ട് കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെയാണ്. കേസ് ഇല്ല കേട്ടോ. സോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോക്സ് കണ്ടന്റ് മൊത്തം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ഫോണിലേക്ക് വരാം. സോ അപ്പോൾ അതായി കാണുന്നതാണ് മോട്ടോ എഡ്ജ് 70 ഫ്യൂഷൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മോട്ടോ ഫോൺ. ചെറിയൊരു കർവർ ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് ചെറുതല്ല, അത്യാവശ്യം നല്ലൊരു കർവർ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. റിയർ സൈഡിൽ ഒരു ഫാബ്രിക് ഫിനിഷും കാര്യങ്ങളൊക്കെയാണ്. ലക്ഷൂറിയസ് ഫാബ്രിക് ഫിനിഷ് എന്ന് പറയാം. പാൻഡ് ആൻഡ് ക്യൂറേറ്റഡ് കളറും കാര്യങ്ങളൊക്കെയാണ്. 193 ഗ്രാമിന്റെ വെയിറ്റേ ഉള്ളൂ. 7.9 mm തിന്നാണ് ഈ ഒരു ഫോൺ. സോ ഓവറോൾ നല്ല ലുക്കിലും ഡിസൈനിലും ഒക്കെ ഫോൺ വന്നിട്ടുണ്ട്. ഇത് 3 പാൻഡ് ആൻഡ് ക്യൂറേറ്റഡ് കളറുകളാണ് വരുന്നത്. കളറുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. മിലിറ്ററി ഗേറ്റ് സർട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. IP6869 റേറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 7 ആയിട്ട് പ്രൊട്ടക്ഷനും ഈ ഫോണിന് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. സോ അത്യാവശ്യം ഡ്യൂറബിൾ ആയ നല്ല നൈസായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒതുങ്ങിയ ലൈറ്റ് വെയിറ്റ് ആയ ഒരു നല്ല ഫോൺ. താഴെ സ്പീക്കർ ഗില്ല്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, ഡുവൽ നാനോ സിം സ്ലോട്ട്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ. ടോപ്പിൽ ഡോൾബി ബ്രാൻഡിങ് കാണുന്നുണ്ട്, ഡോൾബി അറ്റ്മോസിന്റെ ബ്രാൻഡിങ്. അതേപോലെ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ. ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. ഫ്രണ്ടിൽ കർവ് ഡിസ്പ്ലേ കണ്ടല്ലോ, 5 ഹോൾ ക്യാമറ സെറ്റപ്പ്, റിയർ സൈഡ് ഡിസൈൻ. മൊത്തത്തിൽ ഫോണിനെ മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ ക്യാമറ ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ആദ്യം തന്നെ പരിശോധിക്കാം. വേൾഡ് ഫസ്റ്റ് 50 MP സോണി ലിഡിയ 710 ക്യാമറ വിത്ത് മോട്ടോ AI സെറ്റപ്പിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതായത് 50 MP ആണ് മെയിൻ ക്യാമറ, 13 MP വൈഡ് ആംഗിൾ പ്ലസ് മാക്രോ ക്യാമറയാണ് വരുന്നത്. പിന്നെ ഇതിൽ വേറെ ടെലിഫോട്ടോ ലെൻസ് ഒന്നും ഇല്ല കേട്ടോ, അത് മിസ്സിംഗ് ആണ്. ഇതൊരു ലൈറ്റ് സെൻസറാണ്. ഈ എക്സ്ട്രാ അറ്റത്ത് അടിയിൽ കാണുന്നത്, ഈ ഫ്ലാഷ് ലൈറ്റിന്റെ അടിയിൽ കാണുന്നത് ലൈറ്റ് സെൻസറാണ്. സോ അപ്പോൾ ഇങ്ങനെ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ വരുന്നത്. ഫ്രണ്ടിൽ 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ക്യാമറ സാമ്പിൾസ് ഒന്ന് കണ്ടു നോക്കിയേ. മെയിൻ ക്യാമറ ഇമേജുകൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നോക്കുക. ഡേ ഫോട്ടോസും നൈറ്റ് ഫോട്ടോസും എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്യാമറയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റായി ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ചൂസ് ചെയ്യുക, കാരണം ക്യാമറ ഓരോരുത്തർക്കും പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. നിങ്ങളുടെ താല്പര്യം എന്താണ്, നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് കമന്റ് ചെയ്യുക. 32 MB സെൽഫി ക്യാമറ ഇമേജ് സാമ്പിളുകളും ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ അത് ഡേ ലൈറ്റും നൈറ്റ് ഫോട്ടോസും എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോ ക്വാളിറ്റിയെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇതിൻ്റെ വീഡിയോയുടെ ഭാഗത്ത് ചില സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഈ അടുത്ത സമയങ്ങളിൽ ട്വിറ്ററിലൊക്കെ ധാരാളം കണ്ടൊരു സംഭവമാണ് ഹൊറൈസൺ ലോക്ക്. ഹൊറൈസൺ അതായത് നമ്മൾ ഫോൺ നേരെ പിടിച്ചിട്ട് തല തിരിച്ചാൽ പോലും ആ വീഡിയോ ശരിയത്തില്ല, നേരെ തന്നെ നിൽക്കുള്ളൂ. എങ്ങനെയൊക്കെ ചെയ്താലും കുഴപ്പമില്ല, വീഡിയോ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ആ ഹൊറൈസൺ ലോക്ക് പരിപാടി മോട്ടോ ഇവിടെ ഇതിനകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനിവിടെ അടുത്തുള്ളൊരു ചർച്ചിനെ വെറുതെ ഷൂട്ട് ചെയ്തിട്ട് തല തിരിച്ചൊക്കെ ഫോൺ കാണിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ആ വീഡിയോ സ്റ്റേബിളായിട്ട് നേരെ തന്നെ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഹൊറൈസൺ ലോക്ക് ഫീച്ചേഴ്സ് ഒക്കെ നമ്മുടെ മോട്ടോ എഡ്ജ് 70 ഫ്യൂഷനിൽ വരുന്നുണ്ട്. പിന്നെ 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നത്. 4K 60 FPS മെയിൻ ക്യാമറയിൽ, ഫ്രണ്ട് ക്യാമറയിൽ 4K 30 FPS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സാമ്പിളുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. എങ്ങനെയുണ്ട് വീഡിയോ ക്വാളിറ്റി എന്നുള്ള കാര്യം നിങ്ങൾ പറയുക. ഇതിൽ AI അഡാപ്റ്റീവ് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു വീഡിയോ ക്വാളിറ്റി ആണോ, നിങ്ങൾക്കിത് പറ്റിയതാണോ എന്നുള്ളത് നിങ്ങൾ വേണം പറയാൻ. പിന്നെ ക്യാമറയുടെ ഇന്റർഫേസിനകത്ത് ഫോട്ടോയുടെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ മുകളിൽ ഒരു AIയുടെ പോലത്തെ ഒരു ചിഹ്നം കാണാം. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നാച്ചുറൽ എന്നൊരു സംഭവം വരും. അതിൻ്റെ സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാൽ സിഗ്നേച്ചർ സ്റ്റൈൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്പെഷ്യൽ സംഭവം ക്യാമറയുടെ ഇന്റർഫേസിൽ വരും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒബ്ജക്റ്റ് എന്താണോ അതിനനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ സാധിക്കും. അതായത് ഫുഡ് ആണെങ്കിൽ അതിൻ്റെതായ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനനുസരിച്ച് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. സോ തീർച്ചയായിട്ടും സിഗ്നേച്ചർ സ്റ്റൈൽ ട്രൈ ചെയ്യാൻ മറക്കണ്ട ഈ ഒരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ AI ഫീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നോക്കിയാൽ ഗൂഗിൾ ഫോട്ടോസ് ആണ് ഇതിൽ വരുന്ന ഗാലറി. അപ്പോൾ ഒബ്വിയസ്ലി അതിനകത്ത് AI ഇറേസർ, ഫോട്ടോ അൺബ്ലർ, മാജിക് എഡിറ്റർ, ഓട്ടോ ഫ്രെയിം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ ട്രൈ ചെയ്യുക. ഗൂഗിൾ ഫോട്ടോസിലെ ഫീച്ചേഴ്സ് നമ്മൾ ഒരുപാട് കാണിച്ച് കഴിഞ്ഞതാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഈ ഫോണിൻ്റെ ഏറ്റവും നല്ലൊരു ഘടകമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഈ ഡിസ്പ്ലേ. നല്ലൊരു കർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യസ് ഓൺലി 144 ഹെർട്സിന്റെ 1.5K ട്രൂ കളർ ക്വാഡ് കർവ്ഡ് പാൻഡോൺ വാലിഡേറ്റഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.78 ഇഞ്ച് സൂപ്പർ HD പ്ലസ് എക്സ്ട്രീം ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 5200 നിറ്റ്സ് ബ്രൈറ്റ്നസ് അടക്കം വരുന്നുണ്ട്. സോ ഡേ ലൈറ്റ് ആയാലും എവിടെയായാലും കൊണ്ടുവന്നത് ഉപയോഗിക്കാൻ യാതൊരു വിഷയമില്ല. ഞാൻ കൊണ്ട് ഉപയോഗിച്ച് നോക്കിയതാണ്. നല്ല ബ്രൈറ്റ് ആയ ഡിസ്പ്ലേ ആണ്. HDR10+, 100% DCI-P3 സപ്പോർട്ട്, 10 ബിറ്റ് കളർ ഡെപ്ത്, സ്മാർട്ട് വാട്ടർ ടച്ച് 3.0, 96.2% സ്ക്രീൻ ടു ബോഡി റേഷ്യോ, SGS ഐ കെയർ സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ, ഡോൾബി സൗണ്ട്, ഹൈറസ് ഓഡിയോ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം, ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ.
ബാലൻസ്ഡ് ആണ്, രണ്ട് സൈഡിൽ നിന്ന് കറക്റ്റ് ആയിട്ട് സൗണ്ട് വരുന്നുണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്, വിഷയമൊന്നുമില്ല. സോ നല്ലൊരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഈ ഫോണിലുണ്ട്. സോ അപ്പോൾ ഓവറോൾ ഇതിന്റെ വിഷ്വൽ എക്സ്പീരിയൻസിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നല്ല നൈസ് ആയിട്ടുള്ള പെർഫോമൻസ് ഡിസ്പ്ലേയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഫോൺ കൃത്യമായിട്ട് നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇത്രയും സ്ലിം ആണെന്ന് പറയുമ്പോഴും ബാറ്ററിക്കൊന്നും ഒരു കുറവില്ല കേട്ടോ. 7000 mAh ബാറ്ററിയും 68 വാട്ടിന്റെ ചാർജിങ് കൊടുത്തിട്ടുണ്ട്. സോ ബാറ്ററി ലൈഫിന്റെ കാര്യത്തിലും ടെൻഷൻ വേണ്ട, ചാർജിങ് സ്പീഡിന്റെ കാര്യത്തിലും ടെൻഷൻ വേണ്ട. നല്ലൊരു സെറ്റപ്പാണ്. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസ് സ്നാപ്ഡ്രാഗൺ 7S Gen 4 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. യാതൊരു വിഷയമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ എങ്ങനെയൊക്കെ റീസെന്റ് ടാബ്, ആപ്സ് ഓപ്പണിങ് എല്ലാ കാര്യങ്ങളും ചെയ്ത് കാണിക്കുന്നുണ്ട്. യാതൊരു വിഷയമില്ല. നൈസ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഫോൺ തരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വേണമെങ്കിൽ BGMI പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് 120 FPS കളിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഗെയിമിംഗ് ഒക്കെ ഞാൻ കളിച്ച് കാണിക്കുന്നുണ്ട്. 4473 mm² വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. 8GB 12GB LPDDR5X RAM ആണ് വരുന്നത്. 128GB 256GB വരുന്നുണ്ട്. UFS 3.1 സ്റ്റോറേജ്. സോ അതൊക്കെ അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. പിന്നെ 16 5G ബാൻഡ്, Wi-Fi 6E, ബ്ലൂടൂത്ത് 5.4, അതേപോലെ NFC അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. സോ കണക്ടിവിറ്റി, പെർഫോമൻസ്, ഭാഗങ്ങളൊന്നും യാതൊരു വിഷയമില്ല. എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ AI ഫീച്ചേഴ്സ്. മോട്ടോയുടെ ഫോണാണ്, അപ്പോൾ ഓബ്വിയസ്ലി ഇഷ്ടംപോലെ മോട്ടോ AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ പവർ ബട്ടണിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ വരുന്ന മോട്ടോയുടെ AI അത് ഒരുപാട് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു സ്ക്രീനിൽ നമ്മൾ എന്തെങ്കിലും സ്ക്രീനിൽ, ഇപ്പോൾ ഞാനൊരു സിനിമയുടെ കാര്യം ഇട്ടിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ അതിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റിമെമ്പർ ദിസ് അല്ലെങ്കിൽ ടേക്ക് നോട്ട് അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻ വരും. റിമെമ്പർ ദിസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കാണുന്ന സ്ക്രീൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ആയിട്ട് തന്നെ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് വേണമെങ്കിലും റിമെമ്പർ ചെയ്ത് എടുത്ത് വെക്കാൻ പറയാം. അതേപോലെ അത് റീകോൾ ചെയ്ത് എടുക്കുകയും ചെയ്യാം ആവശ്യമുള്ളപ്പോൾ. പിന്നെ ക്യാച്ച് മീ അപ്പ് പോലുള്ള സൗകര്യങ്ങളുടെ നോട്ടിഫിക്കേഷൻ്റെ സമ്മറി കിട്ടാൻ ഈസിയാണ്. പിന്നെ ഇമേജ് സ്റ്റുഡിയോ, നിങ്ങൾക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാം, സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാം, അവതാർ ക്രിയേറ്റ് ചെയ്യാം, സ്കെച്ച് ടു ഇമേജ്, നമ്മൾ ജസ്റ്റ് ഒരു വെറുതെ കൈകൊണ്ട് വരച്ചെടുക്കുമ്പോൾ അതിനെ ഇമേജ് ആക്കി മാറ്റുന്ന പരിപാടി, നല്ല ഇമേജ് ആക്കി മാറ്റുന്ന പരിപാടി, അങ്ങനെയുള്ള എല്ലാതരം കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ AI ഭാഗത്ത് കോ പൈലറ്റ്, പെർപ്ലസിറ്റി അതെല്ലാം വരുന്നുണ്ട് ജെമിനിക്ക് പുറമെ. സോ അപ്പോൾ AI ഫീച്ചർ കൊണ്ട് റിച്ച് ആയ ഒരു ഫോണാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുള്ളത് നിങ്ങളാണ് ചിന്തിച്ച് നോക്കേണ്ടത്. പിന്നെ ഇത് കൂടാതെ Android 16 ഇത് ഓൾറെഡി വരുന്നത്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, പിന്നെ മോട്ടോയുടെ സ്പെഷ്യൽ ഫീച്ചറുകളായ ഫാമിലി സ്പേസ്, മോട്ടോ സെക്യൂർ, മോട്ടോ അൺപ്ലഗ്ഡ്, സ്മാർട്ട് കണക്ട്, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾക്ക് പതിവ് പോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. സോ ഈ ഒരു ഫോണിനെ കുറിച്ച് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി, AI, മോട്ടോയുടെ സ്പെഷ്യൽ ഫീച്ചറുകൾ, എല്ലാ ഘടകങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ മൊത്തത്തിൽ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഈ ഫോൺ അടിപൊളിയായിട്ട് തോന്നിയോ? ഇതിന്റെ വിലയും കൂടി അറിഞ്ഞാൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? വില ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഫോണിന്റെ ലോഞ്ച് പ്രൈസ് 8GB RAM 128GB സ്റ്റോറേജിന് 26,990 സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള പ്രൈസുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എന്നാൽ ഇതിന് കുറേ ഓഫറുകൾ വരുന്നുണ്ട്. 2000 രൂപയുടെ വർത്തായ ഓഫർ ഉണ്ട്, ബാങ്ക് ഓഫർ, എക്സ്ചേഞ്ച് ഓഫർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ കോസ്റ്റ് EMI എടുക്കാം, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സോ അപ്പോൾ ആ ഒരു ഓഫർ കൂടി ഉൾപ്പെടുത്തി നോക്കിയാൽ 2000 കൂടി കുറയും. അപ്പോൾ 8GB RAM 128GB സ്റ്റോറേജിന് 24,990 വരുള്ളൂ. സോ അണ്ടർ 30,000 എന്നല്ല, അണ്ടർ 25,000 എത്തി അപ്പർ റേറ്റ്. സോ അപ്പോൾ ആ ഒരു 25,000 റേഞ്ചിലെ ഒരു ഫോൺ എന്ന രീതിയിൽ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യും. സോ അപ്പോൾ ഓവറോൾ മോട്ടോ എഡ്ജ് 70 ഫ്യൂഷൻ ഒരു ഗുഡ് ഫോണായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ ഇത് എവിടേക്ക് അവൈലബിൾ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ കിട്ടും, moto.in അവരുടെ മോട്ടോറോള സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം, ലീഡിംഗ് റീറ്റെയിൽ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങിക്കാം, റിലയൻസ് ഡിജിറ്റൽ അടക്കമുള്ള സ്റ്റോറുകളിൽ നിന്ന് വാങ്ങിക്കാം. പിന്നെ ഇതിന്റെ ലോഞ്ച് ഡേയിൽ ഒരു സ്പെഷ്യൽ സെയിൽ നടക്കുന്നുണ്ട്, ഒരു 4 മണിക്കൂറിന്റെ 12 മണി തൊട്ട് 4 മണി വരെ. സോ ആ ഒരു ഡേയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ അങ്ങനെയാണ് മോട്ടോറോള എഡ്ജ് 70 ഫ്യൂഷൻ എന്ന ഫോണിന്റെ മൊത്തം കാര്യങ്ങൾ മൊത്തമായിട്ട് നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. സംഭവം ഇഷ്ടപ്പെട്ടാൽ താഴെ പർച്ചേസ് ലിങ്ക് ചെക്ക് ചെയ്യുക. സോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.